ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് ഓശാന തലേന്നാണ്. എല്ലാ ക്രിസ്ത്യൻസും ഇന്ന് കോഴിക്കട്ട ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാനും അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. നേരെ അടുപ്പത്തേക്ക് വെള്ളം വെച്ചു തിളയ്ക്കാനായിട്ട്, മാവ് കുഴയ്ക്കാൻ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. അപ്പോൾ തേങ്ങ പൊട്ടിക്കണതിൻ്റെ യുദ്ധമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തോ ഭാഗ്യം ഈ തേങ്ങ പെട്ടെന്ന് തന്നെ പൊട്ടി വന്നു, അല്ലെങ്കിൽ ഞാനതിന് കുറേ നേരം കഴിഞ്ഞാലാണ് ഒന്ന് പൊട്ടി കിട്ടാറ്. അങ്ങനെ നേരെ തേങ്ങ വെള്ളം ലച്ചുവിന് വേണ്ടി മാറ്റി വെച്ചു. നേരെ തേങ്ങ ചിരകാനായിട്ട് പോവാണ്. അപ്പം ഞാനും ലച്ചുവും മാത്രമേ ഉള്ളൂ ഇന്നിവിടെ, ചേട്ടായി ഇല്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി. അവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവും. അനിയനും അനിയത്തിയും അമ്മയും പപ്പയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി. അങ്ങനെ മാവ് കുഴയ്ക്കാനായിട്ട് പോവാണ്. തിളച്ചു, വെള്ളമൊക്കെ നല്ലോണം തിളച്ചു. അതിന് നേരെ മാവ് കുഴയ്ക്കാനായിട്ട് പോവാണ്. മാവ് അരിപ്പൊടി എടുത്തു, കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. വീണ്ടും എനിക്കൊന്ന് കുറവ് പോലെ തോന്നി, വീണ്ടും ഞാൻ അരിപ്പൊടി ചേർത്തായിരുന്നു. എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും തികയണമല്ലോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യാണ്. തിളച്ച വെള്ളം തന്നെ എടുക്കാൻ നോക്കുക, മാക്സിമം തിളച്ച വെള്ളം തന്നെ എടുക്കുക. അപ്പോൾ ചൂട് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് പച്ചവെള്ളം അല്ലെങ്കിൽ തിളയ്ക്കാത്ത വെള്ളമൊന്നും എടുക്കരുത്. ഒന്ന് കുറച്ച് നമുക്ക് മയം സോഫ്റ്റ് ആവണമെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം തന്നെ ഇട്ട് കുഴച്ചാലാണ് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. അതും ചൂടോടെ തന്നെ നല്ലോണം കുഴയ്ക്കും വേണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം, പച്ചവെള്ളം എടുത്തു വെച്ചു. ഇടയ്ക്ക് നമ്മൾ അതിലേക്ക് മുക്കിയിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കധികം ചൂട് തോന്നിക്കില്ല. കൈയൊക്കെ നല്ലോണം ചുകന്ന് ചുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തു. നേരെ ഫില്ലിങ്ങിലേക്കുള്ള പണികൾ നോക്കുകയാണ്. നേരെ തേങ്ങ നേരത്തെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്ക് ശർക്കര ചേർക്കണം. അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മെൽറ്റ് പെട്ടെന്നായി കിട്ടാനായിട്ട് ഒന്ന് പൊടിച്ച് ഇടാമെന്ന് കരുതി. ഫൈനായിട്ട് പൊടിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം ഞാനതൊന്ന് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഫൈനലി ശർക്കരയുടെയും പണി കഴിഞ്ഞു. നേരെ എല്ലാം ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് അതൊന്ന് മെൽറ്റ് ആവാനായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അങ്ങനെ ഞാൻ ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ അതാവുമ്പോഴേക്കും നമുക്ക് ഏലക്കായും ജീരകവും ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചതച്ചെടുത്തില്ലെങ്കിലും നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചാലും മതി, ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ ചതച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലോണം ചതച്ചെടുത്ത് നമുക്ക് ഈ ശർക്കര പാനിയിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ജീരകത്തിൻ്റെ ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ നേരിട്ടിട്ട് നല്ലോണം നല്ലോണം ശർക്കരയിലേക്ക് ഇതൊക്കെ ഇറങ്ങുന്ന രീതിയിൽ, ഏലക്കായുടെ ഫ്ലേവറും ജീരകത്തിൻ്റെ ഫ്ലേവറും ഇറങ്ങുന്ന രീതിയിൽ ഒന്ന് കുറച്ച് നേരം ഞാൻ ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ തേങ്ങ ചിരകിയിലേക്ക് ഈ ശർക്കരയും ഇട്ടതെല്ലാം കൂടി അരിച്ചെടുത്തു. അപ്പോൾ ആ ഒരു ജീരകമൊന്നും കടിക്കാനായിട്ട് കിട്ടത്തില്ല. പൊടിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട, നേരെ തേങ്ങയിലേക്ക് ഇട്ടാൽ മതി. ശർക്കര എന്തായാലും നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം, കല്ലും ഇതൊക്കെ ഉണ്ടാവും, അതൊന്ന് അരിച്ചെടുക്കണമല്ലോ. അങ്ങനെ നേരെ ഈ തേങ്ങ നേരെ അടുപ്പത്തേക്ക് വെച്ചു. നമുക്ക് ചൂടാക്കി എടുക്കണം. ആ ശർക്കരയൊക്കെ മെൽറ്റായതൊന്ന് തേങ്ങയിലേക്ക് പിടിച്ച് കുറച്ചൊന്ന് ഡ്രൈ ഫോമിലേക്ക് ആവുന്ന രീതിയിൽ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നേരെ കുറച്ച് നെയ്യും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മണത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, നെയ്യിൻ്റെ മണം വരുന്നുണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് പോരാന്ന് തോന്നി, ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. ഇതിവിടെ ഉണ്ടാക്കിയ നെയ്യ് തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ വെണ്ണ പോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കും. പാല് മേടിക്കുമ്പോൾ അതിൻ്റെ പാടയൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ അത് വിളയിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം ആയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് നല്ലോണം ആയിട്ടുണ്ട്. നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്നും കൂടി നമുക്ക് കുഴച്ച് നല്ലോണം സോഫ്റ്റാക്കി എടുക്കണം.
അപ്പം നല്ലോണം കുഴയ്ക്കാണ്. എനിക്കധികം ശക്തിയില്ല, പനിയായതുകൊണ്ട് കുഴയ്ക്കാനായിട്ട് അധികം ആയിട്ട് പറ്റിയില്ല. എന്നാലും എന്നെ കൊണ്ട് മാക്സിമം ഞാൻ ചെയ്തു. അങ്ങനെ ലച്ചുവും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മാവ് എടുക്കുമ്പോഴേക്കും ലച്ചു എഴുന്നേറ്റു. അവളുടെ രീതിയിൽ അവളും ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ഞാൻ ആ പോയ തക്കി നോക്കിയിട്ട് അവൾ കുറച്ച് മാവും കയ്യിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വെള്ളം എടുത്തു വെച്ചു. നേരത്തെ തേങ്ങ ചെയ്ത സാധനം ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നേരെ ഉണ്ട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു ബോളാക്കുക, എന്നിട്ട് അതിലൊരു ചെറിയൊരു തൊപ്പി പോലെ ഉണ്ടാക്കി വയ്ക്കുക. അതിലേക്ക് ഫില്ലിങ് ഇടുക, നേരെ മൂടി വയ്ക്കുക, ജോയിൻ ചെയ്തിട്ട് മൂടി വയ്ക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ പണി. അതിൻ്റെ ഇടയ്ക്ക് ലച്ചു തേങ്ങയൊക്കെ കട്ട് തിന്നുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ആ സ്പൂണിൽ പറ്റിപ്പിടിച്ചതൊക്കെ വായിലേക്ക് അകത്തേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അവളുടേതായ പണി അവളും ചെയ്യണ്ടേ, എന്തെങ്കിലുമൊക്കെ നമുക്ക് പണിയായിരുന്നല്ലോ. അങ്ങനെ അവളും കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ ഉണ്ട ഉണ്ടാക്കി സെറ്റാക്കട്ടെ. അങ്ങനെ എല്ലാ ഉണ്ടയും റെഡിയാക്കി നേരെ ഇഡ്ഡലി പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട്. നേരെ അടുപ്പ് കത്തിച്ച് നേരെ അടുപ്പത്തേക്ക് വെച്ചു. അങ്ങനെ റെഡിയാവട്ടെ. അപ്പോൾ ഉണ്ടയൊക്കെ റെഡിയായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും ഉണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ബൈ ബൈ.